الحمد لله الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون ആദരണീയരായ ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമുക്ക് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിത്തരുന്ന നമ്മുടെ സൃഷ്ടാവും ലോകത്തിൻ്റെ രക്ഷിതാവുമായ കാരുണ്യവാനായ റഹ്മാനായ റബ്ബിൻ്റെ സകല കൽപ്പനകളും പാലിച്ചുകൊണ്ട് നിരോധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തഖ്വയുള്ള ജീവിതത്തിന് എല്ലാവരും സന്നദ്ധരാകണേ എന്ന് എന്നെ ആദ്യമായും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം മഹ്സനീയങ്ങളിൽ നന്മകൾ ചെയ്യുന്നവരിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക യുഗത്തിൽ ഒരു രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പൗരൻ എന്ന നിലക്ക് ആ മനുഷ്യന് സമാധാനമുണ്ടാവണം, അയാളുടെ കുടുംബത്തിന് ശാന്തതയുണ്ടാവണം, അയാളുടെ മക്കളിൽ പ്രതീക്ഷകൾ ഉണ്ടാവണം, വരുന്ന ഭാവി തലമുറയെക്കുറിച്ചുള്ള ആശങ്കകൾക്കുള്ള പരിഹാരങ്ങൾ അയാൾക്ക് ലഭിക്കണം. എന്നാൽ ഇന്ന് നാട്ടിലും സമൂഹത്തിലും നമ്മൾ തുറന്നു വെച്ച കണ്ണുകളൊന്ന് അടച്ചു തുറക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ തിന്മകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിന്മകളുടെ കുത്തൊഴുക്ക് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വ്യഭിചാരം, പരിധിവിട്ട ലൈംഗികതകൾ ഇന്ന് സ്ഥിരം ഒരു കാഴ്ചയായി ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത മക്കൾ വരെ വ്യഭിചാര ശ്രമങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഏറെ ഖേദകരമായി വേദനയോടെ നാം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു വിഷയത്തിന്റെ പഠനത്തിലേക്ക് നാം ഒന്ന് ഒരുങ്ങിയാൽ, ഈ തിന്മകൾ ഇങ്ങനെ പരകാൻ അല്ലെങ്കിൽ ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് വിശകലനം നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പരിധി വിട്ട സ്ത്രീ പുരുഷ കൂടിക്കലരാണ്. ആർക്കും ആരോടും എപ്പോഴും ഇറങ്ങാം, തൊടാം, സംസാരിക്കാം എന്ന അവസ്ഥ ഈ ഒരു തിന്മക്ക് ആക്കം കൂട്ടും. രണ്ട്, പോണോഗ്രഫി വ്യാപിക്കുകയാണ്. നഗ്നത ചിത്രങ്ങളും വീഡിയോകളും സൈറ്റുകളും സുലഭമായി നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് വന്ന് വീഴുകയാണ്. മൂന്ന്, ഔറത്ത് ശരിയാവണ്ണം മറക്കാത്ത ആണും പെണ്ണും ഇന്ന് സമൂഹ മധ്യത്തിൽ ഇറങ്ങി പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക.
4 മാരകമായ പാശ്ചാത്യൻ ചിന്താഗതികൾ ഈ നാട്ടിലും സമൂഹത്തിലും കൊണ്ടുവന്ന് പരത്തി നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, ആധുനിക ശാസ്ത്രത്തിന് പോലും ഇങ്ങനെ കാരണങ്ങൾക്കൊരു പരിഹാരം പറയാൻ ഇന്ന് അവരുടെ കയ്യിലൊന്നുമില്ല. എന്നാൽ മതത്തിന്റെ അനുയായികളായ നമുക്ക് പരിഹാരമുണ്ട്. ആരുടെ മുമ്പിലും എഴുന്നേറ്റു നിന്ന് നിങ്ങൾക്ക് ധൈര്യസമേതം ഇതാ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പറ്റില്ലെന്ന് പറയാൻ, ഈ തിന്മകൾ തിന്മകളാണെന്ന് പറയാൻ, ഇതുണ്ടായാൽ മറ്റു പലതും ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് പ്രമാണമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ വാക്ക് തന്നെ നോക്കൂ നിങ്ങൾ. ലൈംഗികമായ മ്ലേച്ഛതകളെ, തിന്മകളെ പ്രയോഗിച്ച വാക്ക് ഫാഹിഷത്ത് എന്നാണ്. ഫാഹിഷത്ത്, ഫവാഹിഷ്, മ്ലേച്ഛ പ്രവർത്തനങ്ങൾ. വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്ൻ. മ്ലേച്ഛമായ മോശമായ പ്രവർത്തനങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. അത് രഹസ്യമായതാവട്ടെ പരസ്യമായതാവട്ടെ. ലൈംഗികമായ തിന്മകളുടെ യാതൊരു അവസ്ഥയിലും സമൂഹമേ, മനുഷ്യരെ നിങ്ങൾ പെട്ടുപോകരുത്. മനുഷ്യവർഗത്തിന് മൊത്തം അത് ഭീഷണിയാകും. മാരകമായ രോഗങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കും. വരുന്ന തലമുറക്ക് വരെ, ചെയ്യാത്ത നിരപരാധികൾക്ക് വരെ HIV പോലെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് കഠിനതയായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത്. എന്തേ കാരണം? ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. അതേറ്റവും മ്ലേച്ഛമായ പ്രവർത്തനമാണ്, മോശപ്പെട്ട ഒരു മാർഗമാണ്. ഒരു ആണ് സ്വീകരിക്കാൻ പറ്റാത്ത മാർഗമാണ്, ഒരു പെണ്ണ് സ്വീകരിക്കാൻ പറ്റാത്ത മാർഗമാണ്, മോശം മാർഗമാണ്. എന്നാൽ ഈ മോശപ്പെട്ട പ്രവർത്തനത്തിന് ഒന്നുകൂടി വിപുലീകരിക്കുകയാണ് സവർഗരതിക്കാർ. സവർഗരതിക്കാരുടെ പ്രശ്നം എന്താണ്? ഇത് ഇന്ന് തുടങ്ങിയതല്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ഖൗമിന് ഈ ദുശീലങ്ങൾ പരന്നു പിടിച്ചപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് ഇന്ന് ചോദിച്ച പോലെ അന്നും അവരോട് ചോദിച്ചു, ഈ സവർഗരതിക്ക് എന്തു ന്യായമാ ഉള്ളത്? ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് ചോദിച്ചു, അതതൂനൽ ഫാഹിഷ, നിങ്ങൾ ഈ മ്ലേച്ഛമായ പ്രവർത്തനം കൊണ്ടുവരികയാണോ? ഇത് മോശമാണ് എന്നുള്ളത് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ഏതോ 4 മുസ്ലിം പണ്ഡിതന്മാർ കൊടുത്ത ഫത്വയല്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സ്വദൂം എന്ന് പറയുന്ന പ്രദേശത്തുകാരായ നിവാസികൾക്ക് ആ ദുശ്ശീലം വന്നപ്പോൾ അന്നത്തെ നബി അവരോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഈ മ്ലേച്ഛ പ്രവർത്തനം ചെയ്ത് നടക്കുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേ. പരസ്യമായിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നടക്കുകയാണോ? എത്ര മോശമാണിത്, എന്ത് മ്ലേച്ഛമാണിത് എന്ന് അന്ന് ജീവിച്ച പ്രവാചകന്മാർ എതിർത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനും മിണ്ടാതിരിക്കണം? വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിന്റെ 33-ാമത്തെ ആയത്ത് മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം വിലക്കി കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുണ്ട് അൽ ഫവാഹിഷ്, ലൈംഗികമായ സകല മ്ലേച്ഛതകളെയും. അത് ശബരതിയായാലും മൃഗരതിയായാലും പീഡോഫീലിയ, കുട്ടികളെ പീഡിപ്പിക്കുന്നതായാലും എന്ത് പേരോമന പേരിട്ട് വിളിച്ചാലും അത് വിലക്കപ്പെട്ടിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എല്ലാ ഖൈറും നന്മകളും തുറന്നു കിട്ടാൻ വേണ്ടിയുള്ള മാർഗം പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യൻ ഉത്തമനാകുന്നത്, മനുഷ്യർക്ക് ഉത്തമമായ നേട്ടങ്ങൾ നേടാൻ കഴിയുന്നത് വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, വലിയ വലിയ പാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു നേട്ടങ്ങൾ കൊടുക്കുക.
വൽ ഫവാഹിഷ, സകല മ്ലേച്ഛ ദുശ്ശീല ചിന്താഗതികൾ, തിന്മകൾ, അശ്ലീലതകൾ ഒഴിവാക്കുന്നവർക്കാണ് അള്ളാഹു മികച്ച നേട്ടങ്ങൾ കൊടുക്കുക. വഇദാ മാ ഗളിബൂ, എപ്പോഴെങ്കിലുമൊക്കെ പ്രകോപനമുണ്ടായാൽ ഹും യഗ്ഫിറൂൻ, അവർ മാപ്പ് കൊടുക്കുന്നവരാണ്. ഈ ഗുണങ്ങളൊക്കെ പാലിക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നാ ഖുർആൻ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, നിലവിലുള്ള നമ്മുടെ കുടുംബ വ്യവസ്ഥ, നമ്മളൊക്കെ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും മക്കളും പേരക്കുട്ടികൾക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ വ്യവസ്ഥ മുഴുവൻ തകിടം മറിക്കുന്നതാണ് പുതിയ ഈ സമ്പ്രദായത്തിലൂടെ സ്വർഗ്ഗരതിക്കാർ കൊണ്ടുവരുന്നത്. ഇത് ഈ സിസ്റ്റം മുറിച്ച് പൊളിച്ച് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് നല്ല നല്ല ഡിസൈനുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് മഴവില്ലിന്റെ അഴക് ചാർത്തിയിട്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ്. മൃഗരതിയും ശബരതിയും സ്വർഗ്ഗരതിയും അടക്കം നോർമലൈസ് ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് നോർമലൈസ് ചെയ്യാൻ അതൊക്കെ ഒരു ചെറിയ വിഷയമല്ലേ എന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. അതിനാണ് മാധ്യമങ്ങളെ വിലക്കെടുത്തു, ചാനലുകൾ അതിന് രംഗത്ത് വന്നു. പറ്റാവുന്ന വിവരം കുറഞ്ഞ നടന്മാര് വരെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി, പോപ്പുലാരിറ്റിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങി. ഒരുപക്ഷേ സുഹൃത്തുക്കളെ, ഇത്തരം കേസുകളിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും അകപ്പെട്ടു പോയെങ്കിൽ അവർക്ക് നാട്ടുകാര് നല്ല അഭിനന്ദനം കൊടുക്കും, സോഷ്യൽ മീഡിയ അവരെ പൂമാലയിട്ട് സ്വീകരിക്കും. പക്ഷേ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ അടക്കമുള്ളവർ കണ്ണീരോടുകൂടി മാത്രമേ ആ വാർത്ത സ്വീകരിക്കുകയുള്ളൂ. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ നിലക്കുള്ള ലെസ്ബിയന്മാരോ ഗേമാരോ ആയി ജീവിക്കുന്നവരുടെ വാപ്പയും ഉമ്മയും വന്നിട്ട് എന്റെ കുട്ടിക്ക് ഇപ്പോഴെങ്കിലും ഒരു സന്തോഷം ഉണ്ടായല്ലോ, ഞാൻ ഇതിലൊക്കെ ഏറെ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന സകല തിന്മകളുടെയും ആഭാസങ്ങളിലേക്ക് കയറി വരുന്ന ഇതിനെ ഇസ്ലാമിക ലോകത്ത് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ എത്ര വിലക്കപ്പെട്ടതായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരിക്കൽ പറയാണ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവനെ ശപിച്ചിരിക്കുന്നു. ജീലാനി ആണ്ടിൻ്റെതാണെങ്കിലും റബീഉൽ അവ്വലിൻ്റെതാണെങ്കിലും റിഫായിന്റെ പേരിലാണെങ്കിലും ഏത് മഖാമിന്റെ പേരിലാണെങ്കിലും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവരാരെങ്കിലും ഉണ്ടോ? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് ലഅനല്ലാഹ്, ഒരാളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. മൻ സബ്ബ വാലിദൈ, മാതാപിതാക്കളെ ശപിച്ചവനാണ്, ശകാരിച്ചവനാണ്. കുറച്ച് വലുതായപ്പോ, തടിയും തൂക്കൊക്കെ ഒന്ന് കൂടിയപ്പോ ഉമ്മാനെയും ബാപ്പാനെയും ചീത്ത പറയാൻ തോന്നുന്നുണ്ട്, വഴക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചവനാണവൻ. ഇത് പാടില്ല. അടുത്തത് 3 തവണ നബി ആവർത്തിച്ചു പറഞ്ഞു, ലഅനല്ലാഹ് മൻ അമില അമല ഖൗമ ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന്റെ ചര്യ നടപ്പിലാക്കുന്നവനെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിനെ പരിശോധിക്കണം. നമ്മൾ വാർത്തകളിൽ കാണുന്ന, ചാനലുകളിൽ കാണുന്നവരെക്കാൾ നമ്മൾ വിലയിരുത്തണം. എന്റെ മോൻക്കതുണ്ടോ? എന്റെ മകൾക്ക് ഇത്തരത്തിലുള്ള വല്ല അപാകതകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? വിവാഹം കഴിഞ്ഞവരിൽ പോലും ഇത്തരം ടെൻഡൻസികൾ വ്യാപിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട്. ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ കഴിയാതെ പെട്ടുപോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ഗൗരവമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ധാരാളം മക്കൾ വേണം. മക്കൾക്ക് മക്കൾ വേണം, പേരക്കുട്ടികൾ വേണം. ഇസ്ലാം അങ്ങനെയാണ് ഈ സൃഷ്ടിപ്പിനെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, അല്ലാഹു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ തന്നിരിക്കുന്നു. ആണും പെണ്ണുമായിട്ട് ഇണങ്ങൾക്ക് ഉണ്ടായി തന്നു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ തന്നു. മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഹഫദത്തൻ, പേരക്കുട്ടികളെ തന്നു. വറസഖകും മിന ത്വയ്യിബാതി, വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തന്നു. ഇപ്പൊ മക്കൾ വേണം, പേരക്കുട്ടികൾ വേണം. അങ്ങനെ വളർന്ന് ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ടാവണം. 830 കോടി മനുഷ്യർ ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നുവെങ്കിൽ അവർ ശരിയാമണ്ണം ആണും പെണ്ണുമായി ഇണയായി ജീവിച്ചു. അവർക്ക് മക്കളുണ്ടായി, മക്കളിലൂടെ വളർന്ന്. അങ്ങനെയാണ് ലോകത്ത് ഇത്തരം ജനക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതലായിക്കൊണ്ട് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യന്മാർ ഇങ്ങനെ വരാൻ
അത് അല്ലാഹു തആല അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വഅംദദ്നാകും ബിഅംവാലിൻ വബനീന വജഅൽനാകും അക്സറ നഫീറാ. നിങ്ങൾക്ക് സമ്പത്തും മക്കളും സന്താനങ്ങളും നിങ്ങളെ ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യയുള്ള ആളുകളാക്കി മാറ്റിയതുമൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. എന്നാൽ പുതിയ തലമുറയിൽ വിവാഹം വേണ്ട എന്ന് പറയുന്ന ആളുകൾ, വിവാഹം കഴിഞ്ഞാലോ നമ്മൾ 2 ആള് മതി, നമുക്ക് മറ്റൊരാള് വേണ്ട, മക്കൾ വന്നാൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും, നമ്മുടെ സമാധാന ജീവിതത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് നമുക്ക് മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ, ഗർഭ സംവിധാനങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 26 ലോക ഗർഭനിരോധന ദിനമായി ലോകത്ത് ആചരിക്കുന്നു. എന്തിനാണത്ര അത്? സെപ്റ്റംബർ 26 എന്തിനാ ലോക ഗർഭനിരോധന സംവിധാനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത്? എല്ലാവർക്കും ലൈംഗിക ബന്ധം മതി, ഗർഭം വേണ്ട എന്ന് പഠിപ്പിക്കാൻ, കുടുംബാസൂത്രണം ചെയ്യാൻ. എന്റെ സുഹൃത്തുക്കളെ, എത്ര വലിയ പൊട്ടപ്പോയത്തമാണ്! ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ ഈ രംഗത്തൊക്കെ എന്ത് അഭിപ്രായമാണ് അവർക്ക് പറയാനുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വിലപ്പെട്ടതാണ് മക്കൾ ഉണ്ടാവുക എന്നത്. എത്ര കുട്ടികൾ വേണം? കണക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ ചില ആളുകളൊക്കെ വിചാരിക്കും ജ്യേഷ്ഠന് 5 മക്കളുള്ളൂ, അപ്പൊ എനിക്ക് 4 മതി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് മക്കളെ നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ടാകും. എണ്ണം നിയന്ത്രിക്കുക. അല്ലാഹ് തരാൻ തയ്യാറാണെങ്കിൽ അത് വേടിക്കാൻ നമ്മൾ തയ്യാറാവണം. കുറെ മക്കൾ ഉണ്ടാവുക എന്നതിനെ പരിഹസിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് മക്കൾ അധികമുണ്ടെങ്കിൽ അവനെ ഒരു മോശക്കാരനായ കമന്റുകളുമായി നേരിട്ട് സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവിടുന്ന് വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിച്ച് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദുഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് കൊടുക്കണേ, ധാരാളം മക്കളെ കൊടുക്കണേ. ഇപ്പൊ മോശമല്ല, നല്ല കാര്യമാണ് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിബന്ധനകളായി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. തസവ്വജുൽ വദൂദൽ വലൂദ്, നന്നായി സ്നേഹിക്കുന്ന, നന്നായി പ്രസവിക്കാൻ കഴിവുള്ളവരെ വിവാഹം കഴിക്കണേ. അപ്പൊ മക്കളൊരു ലക്ഷ്യമാണ് വിവാഹത്തിന്റെ. ഒരാൾ മക്കൾ വേണ്ട, കല്യാണം മതി എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ മുടക്കലാണ്. എന്ന് മാത്രമല്ല, ഗർഭിണികളായ എത്രയോ ആളുകൾ തനിക്ക് ഗർഭം വേണ്ടെന്ന് പറഞ്ഞ് അബോർഷന് വേണ്ടി അകാരണമായി അതിനു പിന്നാലെ നടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. തെറ്റായ ഗർഭമാർഗങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് തന്നെ തെറ്റായ രൂപത്തിലുള്ള ഗർഭം വന്നതുകൊണ്ട് അലസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മറുഭാഗത്ത്. ഹലാലായ ദാമ്പത്യത്തിൽ പടച്ചവൻ തന്ന കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞ് നിഷ്കരുണം അബോർഷൻ ചെയ്ത് കൊന്നുകളയുന്ന ഈ പ്രകൃതത്തെ ഇസ്ലാം പറഞ്ഞു, ചെയ്യല്ല മക്കളെ. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാക്, ദാരിദ്ര്യം പറന്നുകൊണ്ട്, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്, നിങ്ങൾ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും കൊല്ലരുത്. ഗർഭപാത്രം എന്നത് ആദരിക്കപ്പെടേണ്ട ഒന്നാണ്. ഉമ്മാനെ ബഹുമാനിക്കാനും ആദരിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ഉമ്മയാണ് നിന്നെ ഗർഭം ചുമന്നത്. ഉമ്മ എന്ന പദത്തിന്, മാതൃത്വത്തിന് വലിയ ബഹുമാനം കൊടുത്തു. കാരണം അവർ ഗർഭപാത്രം ചുമന്നതാണ്. അന്ത്യനാൾ വരെ ഈ ലോകത്ത് മനുഷ്യൻ നിലനിൽക്കണോ, ഇവിടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരണം. ഏത് പ്രായം വരെ ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകാം? യൗവനം മുതൽ വാർദ്ധക്യം വരെ ഒരാൾക്ക് മക്കളുണ്ടാകാം, ഒരു പ്രശ്നവുമില്ല. ഒരു പ്രായമായ ഒരാൾക്കൊരു കുട്ടി ഉണ്ടായി നമ്മൾ പറയും, ഈ പ്രായമായിട്ടുണ്ടായോ, എന്താണ് കുഴപ്പം? അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുണ്ട്. അതൊന്നും ഒരു മോശപ്പെട്ട കാര്യമായി ചിത്രീകരിക്കാനേ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയവുമായി പഠിപ്പിച്ച ആയത്തിൽ പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. 2 പ്രയോഗങ്ങളും വന്നു. അതുകൊണ്ട് ഗർഭം അല്ലെങ്കിൽ ഗർഭപാത്രം എടുത്തു കളയാൻ നമ്മൾ സന്നദ്ധരാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യപരമായോ അതിന്റെ അത്യാസന്ന ഘട്ടം എത്തുമ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ.
അതുപോലെ തന്നെ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ആവശ്യമെങ്കിൽ, ചില നിയന്ത്രണങ്ങൾ ആവശ്യം ആണെങ്കിൽ മാത്രം അതിന് തെറ്റു പറയാൻ ഇല്ല എന്നർത്ഥം. നമ്മളൊക്കെ പറയും കടയിൽ ഒരുപാട് ആള് വരണം, പള്ളിയിൽ നിറയെ ആളുകൾ വേണം, വോട്ടിന്റെ സമയത്തൊക്കെ പറയും നല്ല ശതമാനം പോളിംഗ് വേണം. ഇതിനൊക്കെ വേണമെങ്കിൽ അവിടെ മനുഷ്യൻ വേണം. മനുഷ്യരുടെ എണ്ണം ഉണ്ടെങ്കിൽ ഇവിടേക്ക് ആളുണ്ടാവുള്ളൂ. അതില്ലാതെ പോകുമ്പോഴാണ് പലയിടത്തും അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഒരുപാട് മക്കളും പേരക്കുട്ടികളും അങ്ങനെ ഉമ്മത്ത് ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്നത്. മറ്റു സമുദായങ്ങളെക്കാൾ എണ്ണത്തിലും പെരുപ്പത്തിലും എന്റെ ഉമ്മത്ത് കൂടുതലുണ്ടാവുക എന്നത് ഞാൻ അഭിമാനം കൊള്ളുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ മോശമാകില്ല, പിശുക്കനാവില്ല. ഞാനൊരു കുറ്റക്കാരനാണോ എന്ന് തോന്നൽ പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നല്ല മക്കൾ, ഒരുപാട് മക്കൾ ഉണ്ടാകണമെന്ന ആഗ്രഹം നമുക്ക് വേണമെന്നാ സൂചിപ്പിച്ചത്. മൂന്നാമത്തേത്, നമ്മുടെ ഭാഗത്തെ നമ്മുടെ കുടുംബത്തിൻ്റെതായ സ്ഥാനങ്ങളെ നശിപ്പിക്കുന്ന മൂന്നാമത്തെ കാരണം തെറ്റായ പാരന്റിംഗ് ആണ്. മക്കളുണ്ട്, പക്ഷെ മക്കളെ നോക്കാൻ വാപ്പാക്ക് അറിയില്ല. എന്റെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഞാൻ അവരെ എങ്ങനെ സ്നേഹിക്കണമെന്നറിയില്ല, ഞാൻ അവർക്ക് എന്ത് കൊടുക്കണമെന്നറിയില്ല. ചില രക്ഷിതാക്കളുണ്ട്, അവരുടെ പ്രത്യേകത അവർ തന്റെ മക്കൾക്ക് വേണ്ടി എന്തും കൊടുക്കും. കാരണം എന്താ? എനിക്ക് ചെറുപ്പത്തിൽ ഒന്നും കിട്ടിയില്ല, എന്റെ മോൻ ഒരിക്കലും അങ്ങനെയാകരുത്, അതുകൊണ്ട് ലൈസൻസ് ഇല്ലെങ്കിലും വലിയ വാഹനം മേടിച്ചു കൊടുക്കും. എന്തൊക്കെ വേണോ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കും. വേറെ ചില രക്ഷിതാക്കളുണ്ട്, മക്കളുടെ ഒരു കാര്യവും അവരറിയില്ല. അവർക്ക് രക്ഷിതാക്കൾ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അവര് വരില്ല. സ്കൂളിലെ കുട്ടിയുടെ ഏത് ക്ലാസ്സിലാണ് അവർക്കറിയില്ല. അയാൾ ഇങ്ങനെ ജോലിക്ക് പോവും, അയാൾ എങ്ങനെ പോകും. മക്കളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത എത്രയോ വാപ്പമാരുണ്ട്. ഉമ്മമാർ ഒരു പരിധി വരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ചില വാപ്പമാര് ഖേദകരമാണ്. കുട്ടി ഏത് ക്ലാസ്സിലാ, ഏത് ക്ലാസ് ടീച്ചറാ എന്ന് പോലും അറിയാത്ത രക്ഷിതാക്കളുണ്ട്. ചില രക്ഷിതാക്കൾക്കാകട്ടെ വെറും പോലീസിനെ പോലെ മാത്രം ചോദ്യം ചെയ്യാനും ശകാരിക്കാനും മാത്രം വരുന്ന രക്ഷിതാക്കളുണ്ട്. കൊടുക്കേണ്ട പ്രായത്തിൽ സ്നേഹം കൊടുക്കാതെ, കളിപ്പിക്കേണ്ട പ്രായത്തിൽ കളിപ്പിക്കാൻ ചെല്ലാതെ, തല്ലാൻ വേണ്ടി മാത്രം നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരു നല്ല രക്ഷിതാവല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമ കൊടുക്കണം, അവർക്ക് നല്ല അദബ് നിങ്ങൾ ചെറുപ്പം മുതൽ കൊടുത്തു തുടങ്ങണം. ഇതെല്ലാ കാലത്തും ബാധകമാണ്. അവർക്ക് ശരിയായ ഇൽമു കിട്ടണം, ശരിയായ അദബ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടണം. നമ്മുടെ മക്കളുടെ ബുദ്ധി വളരുന്നുണ്ട്, ആ ബുദ്ധി വളരാനുള്ള സാഹചര്യം നമ്മളെ കണ്ടവർ പഠിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് കുടുംബം തന്നെ നല്ല ഒരു രക്ഷിതാവിനെ വളർത്തിയെടുക്കുന്ന ഉമ്മയുടെ ഉപ്പയുടെ ജീവിതം കണ്ടിട്ട് മക്കൾ വലുതാകുമ്പോ തോന്നണം, വേഗം കല്യാണം കഴിക്കണം. എന്തൊരു സ്നേഹമാണ് വാപ്പാക്ക്, എന്തൊരു സ്നേഹമാണ് ഉമ്മാക്ക്. നമ്മുടെ ജീവിതം കണ്ടിട്ട് മക്കൾക്ക് തോന്നണം, നല്ലൊരു ജീവിതമാണല്ലേ വിവാഹ ജീവിതം. ഇന്ന് പുതിയ തലമുറയിലെ മക്കൾ വിവാഹം വേണ്ട എന്ന് പറയുന്നതിലെ 50% കാരണങ്ങൾ വീട്ടിലെ ഉമ്മാന്റെയും വാപ്പാന്റെയും സ്വഭാവം കൊണ്ടാണ്. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റായ കുറെ അജണ്ടകൾ വെച്ച് കാണിച്ചിട്ട് പേടിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇതൊക്കെയാണ് വിവാഹമെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നത്. രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ എന്ന് തൊട്ടതാണ്, നമ്മുടെ മക്കളെ എന്ന് ചുംബിച്ചതാണ്, നമ്മുടെ മക്കളോട് നമ്മൾ മുഖത്ത് നോക്കി എന്ന് സംസാരിച്ചതാണ്, നമ്മുടെ മക്കളുടെ കണ്ണിൽ നോക്കി നമ്മൾ എത്ര മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു മികച്ച രക്ഷിതാവാണോ, ഞാനൊരു നല്ല വാപ്പയാണോ, ഞാനൊരു നല്ല ഉമ്മയാണോ എന്ന് വേറെ ആരോടും ചോദിക്കണ്ട, നമ്മുടെ കുട്ടികളോട് മുമ്പിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വലിയ പാഠമാണ്. ഇനിയും നമുക്ക് അവസരമുണ്ട്. അള്ളാഹ് തന്നിരിക്കുന്ന ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലെ നല്ലൊരു വാപ്പയും നല്ലൊരു ഉമ്മയുമായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ വ്യവസ്ഥകൾ തകിടം മറിക്കപ്പെടുമെന്ന ഗൗരവമായ സന്ദേശം നമ്മുടെ മനസ്സിനകത്തുണ്ടാവണം. അള്ളാഹു എല്ലാവിധ ശർറുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നല്ല മനുഷ്യനായി നല്ല മുഅ്മിനായി മാറാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, കുടുംബവുമായി ബന്ധപ്പെട്ടു തന്നെ നിലനിൽക്കുന്ന, എന്നാൽ കോമൺ ആയ ഒരു കാര്യമാണ് ആളുകൾക്ക് പേരിടുക എന്ന വിഷയത്തിലുള്ള ചില അബദ്ധങ്ങൾ. കുട്ടികൾക്ക് പേരിടുമ്പോൾ, മക്കൾക്ക് പേരിടുമ്പോൾ നമ്മുടെ സമൂഹം എത്ര ഗൗരവമായി കാണുന്നുണ്ട് എന്ന് ചിലതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോരുക്കും വിലയിരുത്താൻ പറ്റും. 7-ാം നാൾ പേര് വിളിക്കണമെന്നത് ഹദീസിലുണ്ട്. എന്നാൽ ജനിച്ചു വീണത് മുതൽ പേര് വിളിക്കാം എന്നുള്ളതും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിമിന് പേര് വിളിച്ചു എന്നും അവിടുന്ന് തഹനീക്ക് ചെയ്തു, മധുരം കൊടുത്തു എന്ന ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ അടയാളങ്ങളാണ് ചില ആളുകൾ പേര് വിളിക്കും, മോശം അർത്ഥമുള്ള പേരുകളായിരിക്കും. ചില ആളുകൾ അവർ പേര് ഇടും, നല്ല പേരായിരിക്കും, അർത്ഥം മാത്രം മോശമായിരിക്കും. ചില പേരുകൾ അള്ളാഹു വിലക്കിയിട്ടുള്ള നാമങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ. ചിലർ ലോകത്താർക്കില്ലാത്ത പേരുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ. ചിലർ വാപ്പാന്റെയും ഉമ്മാന്റെയും കുടുംബക്കാരൊക്കെ കൂടി അക്ഷരങ്ങൾ കൂട്ടിഘടിപ്പിച്ച് സ്വന്തമായി പേര് കണ്ടെത്തുന്നവർ. ചിലർ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പേരിന്റെ അർത്ഥം അന്വേഷിക്കുന്നവർ. ഞാൻ ഒന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് മതി പേരിടുന്നതിന്റെ ഗൗരവത്തിൽ. ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേര് കൊണ്ടായിരിക്കും. നമ്മുടെ പേരിലാണ് വിളിക്കുക. വഅസ്മാഇ ആബാഇകും, നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് കൂട്ടിയായിരിക്കും വിളിക്കുക. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅകും, നിങ്ങൾ പേരുകൾ നന്നാക്കണേ. പേരുകൾ നന്നാക്കണം. വ്യക്തികൾ നന്നാവുന്നതിൽ തർക്കമില്ലല്ലോ. ഹദീസിൽ കാണാം സമ്മൗ ബി അസ്മാഇൽ അംബിയാ, നിങ്ങൾ അംബിയാക്കന്മാരുടെ പേരുകൾ വിശേഷിപ്പിച്ചോളൂ. ഇന്ന് നടക്കോ? ഇന്ന് മുഹമ്മദും ഇബ്രാഹിമും യൂനുസും മൂസയും ഈസയൊക്കെ ആർക്കെങ്കിലും പേരുണ്ടോ? സമ്മൗ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കന്മാരുടെ പേരുകൾ വിശേഷിപ്പിച്ചോ. വഅഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുറഹ്മാൻ വ അബ്ദുല്ലാഹ്. അബ്ദുറഹ്മാൻ എന്നതും അബ്ദുള്ള എന്നതും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട പേരുകളാണ്, അത് വിശേഷിപ്പിച്ചോ. വഅസ്ദഖു ഹാരിസും വ ഹമ്മാം, പേരുകളിൽ ഏറ്റവും സത്യസന്ധമായ പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഹാരിസ്, ഹമ്മാം പോലെയുള്ള പേരുകൾ. ഏറ്റവും മോശപ്പെട്ട ചില പേരുകളുണ്ട്. ഹർബുൻ വ മുറത്തുൻ, ഹർബ് എന്നോ മുറത്ത് എന്നോ വിളിക്കുന്ന പേര് മോശം പേരുകളിൽ പെട്ടതാണ്. ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹദീസിൽ വന്ന ഒരു പ്രയോഗം ഞാൻ വായിക്കാണ്. മുറത്ത് എന്ന പേര്, ഹർബ് എന്ന പേര് അന്നത്തെ കാലത്ത് ആർക്കോ ഏതെങ്കിലും ഒരു കാരണവർക്ക് നല്ല ഇഷ്ടപ്പെട്ട പേരേക്കും അദ്ദേഹം കൊണ്ട് ചാർത്തിയിട്ടുണ്ടാവും. അന്നത് പഠിക്കാനോ തയ്യാറായിട്ടുണ്ടാവില്ല. വേറെ ചില ആളുകളാണെങ്കിലോ അവർ പേരിടുക എന്ന കർമ്മത്തിനു വേണ്ടിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് 7-ാം നാൾ ഏതെങ്കിലും ഒരു മഖാമിൽ പോയിട്ട് അവിടുന്ന് ഷെയ്ഖിന്റെ പൊരുത്തം മേടിച്ചിട്ട് അവിടുന്നാണ് പേരിടുന്നത്. എന്തിനാണ്? ഇവിടം മുതൽ എൻ്റെ കുഞ്ഞിന് ബർക്കത്തുണ്ടാകണമെന്ന് വിചാരിച്ച്. എന്താണ് സുഹൃത്തുക്കളെ, അള്ളാഹ് തന്ന ഒരു മഹത്തായ നിഅമത്തിനെ
ജനിച്ച് കയ്യിൽ കിട്ടിയത് മുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരമായി വിലക്കിയ റസൂല് വിലക്കിയ ആദരവുകൾ, റസൂല് വിലക്കിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണോ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? അല്ല എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. അദ്ദേഹത്തിനോട് എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ ഹജർ, എന്റെ പേര് അബ്ദുൽ ഹജർ എന്നാണ്. ഹജറിന്റെ അടിമ എന്ന, കല്ലിന്റെ അടിമ എന്നാണ് ഇതിന്റെ അർത്ഥം വരിക. നബി തങ്ങൾ പറഞ്ഞു, ലാ, അത് നിന്റെ പേരല്ല, അത് നിനക്കിടാൻ പറ്റിയ പേരല്ല. അൻത അബ്ദുള്ള, നീ പേര് മാറ്റണം. അൻത അബ്ദുള്ള, ഇനി മുതൽ നീ അബ്ദുള്ളയാണ്. എത്ര വയസ്സായാലും നമുക്ക് പേര് മാറ്റാം, ഒരു പ്രശ്നമില്ല. തല പോണ കേസൊന്നുമല്ല. പേര് മാറ്റം മോശം ഉണ്ടെങ്കിൽ അന്ന് മാറ്റണം. ബറ എന്ന പേരുണ്ടായിരുന്നു. അവിടുന്ന് ആ പേര് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ബറ എന്നിടല്ലേ, പേര് മാറ്റി സൈനബ് എന്നാക്കി. എത്രയോ പ്രായം കഴിഞ്ഞവരാ. സൈനബ് റളിയല്ലാഹു അൻഹ എന്ന പേരിലേക്ക് അവരെ വിശേഷിപ്പിച്ചു. അതുകൊണ്ട് ആ വിഷയത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രത്യേകമായ സവിശേഷത നമ്മൾ മനസ്സിലാക്കുക. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനെ കൊടുത്തപ്പോ ആ സന്തോഷ വാർത്ത പേരോടുകൂടിയ പഠിപ്പിച്ചത്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. സക്കരിയ, നിനക്കിതാ ഒരു മകൻ ഉണ്ടെന്ന സന്തോഷ വാർത്ത തരികയാണ്. ആ മകന്റെ പേര് യഹ്യ എന്നായിരിക്കും. ആ പേര് മുമ്പൊരാൾക്കും ചരിത്രത്തിൽ വിശേഷിപ്പിച്ചിട്ടില്ലാത്ത പേരാണ്. പേരിന് പോലും സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ആ വിഷയം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെയും നമ്മുടെ മക്കളുടെയും വരാനിരിക്കുന്നവരുടെയും ഒക്കെ നല്ല വിശിഷ്ടമായ നാമങ്ങളിലേക്ക്, നല്ല പേരുകളിലേക്ക് വരാൻ അതൊരു രക്ഷിതാവ് ചെയ്യേണ്ടുന്ന അടിസ്ഥാന ബാധ്യതകളിൽ പെട്ടതാണെന്ന് ഓർമ്മയുണ്ടാകണം. വിശദീകരിക്കുന്നില്ല. തഹ്നീക്ക് നടത്തൽ, ജനിച്ച കുഞ്ഞുമായി ബന്ധപ്പെട്ടത്, മുടി കളയുക, അതിന് തുല്യമായി കൊണ്ട് വെള്ളി ദാനം ചെയ്യുക, മുടിക്ക് തുല്യമായി കൊണ്ട് അക്കീക്ക അറക്കുക. ജനിച്ചത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ 2 ആടിനെയും, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും അറക്കുക. എന്നാണോ പറ്റുന്നതെങ്കിൽ അന്ന്, ചിലപ്പോൾ 7-ാം നാൾ പറ്റിയില്ലെങ്കിൽ 70-ാം വയസ്സിലെ പറ്റിയതുള്ളെങ്കിൽ തൻ്റെ കുട്ടിക്ക് ആ പ്രായത്തിലും അക്കീക്ക അറത്ത് കൊടുക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള അദബുകളും ശീലങ്ങളും ഒക്കെ നമ്മൾ കണ്ട് അവരെ ഏറ്റവും മാന്യന്മാരായ, നാളെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സ്വാലിഹീങ്ങളാകണം എന്ന മനസ്സോടുകൂടെ അവരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ ദയനീയമായ മുഖങ്ങൾ നമ്മുടെയൊക്കെ രംഗങ്ങളിലുണ്ട്, നമ്മുടെയൊക്കെ കണ്ണുകളിലുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി വിലയിരുത്തുക. ആ സങ്കട കഥകളെല്ലാം കാണുമ്പോഴും സ്റ്റാറ്റസ് വെക്കുമ്പോഴും ഒരിക്കലെങ്കിലും നമ്മൾ മനമുരുകി കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ്. നമ്മുടെ തഹജ്ജുദ് കഴിഞ്ഞപ്പോ തഹജ്ജുദിന്റെ ഇടയിൽ എവിടെയെങ്കിലും അവർക്ക് വേണ്ടി ഒരു തേങ്ങിയ പ്രാർത്ഥന നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മൾ ഫലസ്തീനികളെ സഹായിച്ചവരാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ലോകം അറിയട്ടെ. പ്രതിഷേധങ്ങളിൽ നമ്മുടെയും പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ചില സ്റ്റാറ്റസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഗസയുടെ വിശപ്പിന്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസാണ്. അതേ ആളുകൾ ആഡംബര കല്യാണത്തിലുണ്ട്. അവർ ലക്ഷറിയായി അടിപൊളിയായി ഹോട്ടലുകളിൽ മനോഹരമായി ഫുഡ് അടിച്ച് അതെല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ തീറ്റ കൊണ്ട് പൊടി പൊടിക്കുന്നുണ്ട്. പക്ഷേ ഗസയിലെ ഫലസ്തീനിന്റെ വിശപ്പാണ് അവന്റെ സ്റ്റാറ്റസ് വീഡിയോകളെങ്കിൽ അയാളും ആ വിഷയവും തമ്മിൽ തീരെ ബന്ധമില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിന് പൂർണ്ണമായ സുരക്ഷിതമായ സമാധാനത്തിന്റെ നാളുകൾ എത്രയും പെട്ടെന്ന് അല്ലാഹുവേ നീ നൽകണേ റഹ്മാനെ. അവിടുത്തെ സാധുക്കളായ പ്രിയപ്പെട്ട നിരപരാധികളായ ഒരുപാട് മനുഷ്യരുടെ തിരോധനങ്ങളുടെ ഒരുപാട് കണ്ണീർ ചാലുകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റാത്ത വിധേനയുള്ള ശബ്ദങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നീ അവരെ സഹായിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ആലു ഷെയ്ഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. റബ്ബേ നീ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് സഹോദരങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ രോഗത്തിന് ആശ്വാസവും സമാധാനവും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ നാട്ടിലെ സകല തിന്മകൾ വ്യാപിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അതിന്റെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നല്ലവരായ സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പാപികളായി ദോഷികളായി തിന്മകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയവരാണ് റബ്ബേ. ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണമേ റഹ്മാനെ. ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹ്
اللهم انصر إخواننا في فلسطين اللهم اغث بأهل فلسطين اللهم دمر أعداءك وأعداء الدين من اليهود والنصارى اللهم ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.